എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ വീഡിയോയുടെ തംബ്നെയിലിൽ പറഞ്ഞ പോലെ ബിഗ് ബോസിന്റെ കോമണറിന്റെ ഓഡീഷന്റെ ഒരു ടീസർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അത് ട്രൈ ചെയ്തിട്ടുണ്ടായി. അതിനുവേണ്ടി ചാലക്കുടിയിലെ മൈജിയിലോട്ട് ഞാൻ പോയിണ്ടായി. ചാലക്കുടിയിൽ കലാഭവമണിക്ക് ശേഷം അടുത്തൊരു എറ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. ഭാവിയിൽ ആരെങ്കിലും ബിഗ് ബോസിൽ കയറി അതിൽ നിന്ന് സിനിമയിലോട്ട് കയറി അടുത്തൊരു എറ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു എറയാവാൻ ഭയങ്കര രീതിയിൽ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചാലക്കുടി മൈജിയിലോട്ടൊക്കെ ചെന്ന് ഓഡീഷന് അത്രയും വന്നിട്ട് പറയാ ഇങ്ങനെ കത്തി നിന്നിട്ടാണ് ഞാൻ അവിടേക്ക് പോയേ. പക്ഷേ സാഡ്ലി ഒരു മൂഞ്ചിയ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് ഈ ബിഗ് ബോസ് ഓഡീഷൻ എന്തോ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒരു സംഭവം വയ്ക്കും. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ നമ്മൾ ഞാൻ ആരാണ്, എന്തുകൊണ്ട് ഞാൻ ബിഗ് ബോസിൽ ചേരാൻ ആഗ്രഹിക്കുന്നു, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവിടെ വെച്ചിട്ട് ചെയ്യേണ്ടത്. ഈ ബിഗ് ബോസിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണം. അത് ആ ടീസർ പ്രൊമോയിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത്യാവശ്യം ക്യാമറയിൽ പറഞ്ഞ് പേടിയില്ലാത്തവർക്കാണ് അവിടെ ചെന്ന് പറയാൻ പറ്റുള്ളൂ. മൈജി ചെന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ 3 മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യണം. കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ മൈൻഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അവിടെ ചെന്നു. പക്ഷേ സാഡ്ലി നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. നമ്മുടെ ഫോൺ നമ്പറൊക്കെ അവർ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി നാളെ നമ്മളെ ചിലപ്പോൾ വിളിക്കുമായിരിക്കും നമ്മുടെ ബിഗ് ബോസിൻ്റെ ഓഡീഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു 3 മിനിറ്റ് വീഡിയോ എടുത്തിട്ട് അവരുടെ ആ ഒരു വെബ്സൈറ്റിലോട്ട് അയച്ചു കൊടുക്കണം. ഇതിന്ന് സെലക്ട് ആവുന്നവർക്കായിരിക്കും ഇതിന്ന് ഒരു ഓഡീഷന് കാര്യങ്ങൾ വരിക. അപ്പൊ എന്തായാലും അതുകൊണ്ട് കാരണമാണ് നമ്മൾ ഇന്ന് വ്ളോഗ് കാര്യങ്ങളൊന്നും എടുക്കാണ്ടിരുന്നത്. ഞാൻ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ പരിപാടി മൊത്തം പൂജിപ്പോയി. എന്തായാലും ഇന്ന് മൈജി പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഒരു നിമിത്തമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് അത്യാവശ്യം ചെറിയ രീതിയിലൊരു ഓഡിയൻസ് ഉണ്ട്. പറയത്തക്ക ഇൻഫ്ലുവൻസർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു സാധാ കോമണറാണ്. എന്നാലും ഇപ്പോൾ 4, 3, 5 ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആൾക്കാരുടെ അടുത്തൊന്ന് ജസ്റ്റ് ചോദിക്കാൻ ഒരു അവസരം കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളെ സപ്പോസ് ഞാൻ ബിഗ് ബോസിൽ കയറാണെന്നുണ്ടെങ്കിൽ ഒരു കോമണറിൽ നിന്ന് ഈ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ എന്താണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൊന്ന് ഇടുക. എൻ്റെ അറിവിൽ ഇതുവരെ ഒരു കോമണർ ഒരു ടോപ്പ് 5 എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഈ ബിഗ് ബോസ് വലിയ രീതിയിൽ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൽ ഓഡീഷൻ ചെയ്ത് കാര്യങ്ങളൊക്കെ കിട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്ത് കുറച്ചും കൂടി പഠിച്ച് ഡീപ്ലി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു കോമണറായിട്ട് ഞാൻ ഇതിലോട്ട് കയറാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടോപ്പ് 5 എത്താനുള്ള ഒരു മൈൻഡ് സെറ്റിൽ മാത്രമായിരിക്കും നമ്മൾ പോവുള്ളൂ. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു കോമണറിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കമൻറ്റ് എന്നിട്ടാന്ന് വെച്ചാൽ, ബിഗ് ബോസ് ടീസറിൽ കണ്ട കമൻറ്റ് എന്നിട്ടാന്ന് വെച്ചാൽ, ഈ പ്രാവശ്യം ഒരു ആൺകുട്ടീനെ സെലക്ട് ചെയ്യണം, അതായത് ഒരു ആണിനെ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാണ് മിക്ക കമൻറ്റും കണ്ടത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലേഡീനെ സെലക്ട് ചെയ്തു. ഈ പ്രാവശ്യം കോമണറായിട്ട് ഒരു മാനെ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാണ് മിക്ക കമൻറ്റുകളും കണ്ടത്. അപ്പോൾ എനിക്ക് ഓബിയസ്ലി ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നാളെ എന്തായാലും ഞാൻ മൈജിയിലോട്ട് പോകുന്നുണ്ട്, വീഡിയോ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. നോക്കി നോക്കാം. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് ക്യാമറയുടെ മുന്നിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളായിരിക്കും തോന്നുന്നത് ഈ പ്രാവശ്യം ബിഗ് ബോസ് ഓഡീഷന് വേണ്ടി നോക്കുന്നത്. ഈ പ്രാവശ്യത്തെ സീസൺ 7 നോക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഈ പ്രാവശ്യം നമുക്ക് സാധാരണ ഓഡീഷൻസ് ഇങ്ങനെയല്ലാന്ന് തോന്നുന്നു. നമ്മൾ വീട്ടിലിരുന്ന് വീഡിയോസ് അയച്ചു കൊടുത്താൽ മതി. ഈ ഓഡീഷനാന്ന് പറഞ്ഞാൽ മൈജി ചെന്നിട്ട് നമ്മൾ ആൾക്കാരുകളുടെ മുന്നിൽ വെച്ച് നമുക്ക് ഇതേപോലെ വീഡിയോ എടുക്കണം. അപ്പോൾ അത്യാവശ്യം ക്യാമറയുടെ മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമണർ. അപ്പോൾ ഒരു കോമണർ പോകുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ, വലിയൊരു കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്താണ് പോകുന്നത്. അത്രയും റെസ്പോൺസിബിൾ ആയിട്ടും ലീഡർഷിപ്പ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ആ ഒരു കോമണർ സംഭവം കിട്ടുള്ളൂ, എൻട്രി കിട്ടുള്ളൂ. എന്തായാലും ലക്ഷങ്ങളിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു അവസരമായിരിക്കും. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാൻ പോകണമെന്നും അവിടെ ചെന്ന് എനിക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ് എല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും.